12 വയസ്സ് ആ പ്രായം മുതൽ മുഖത്തും നിറച്ചും കുരുക്കളായിരുന്നേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പൗഡറൊക്കെ ഉപയോഗിക്കുമായിരുന്നു. സിന്തോൾ എന്നാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അവരെല്ലാം ഹലോ ഫ്രണ്ട്സ്, കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഞാൻ ക്രീമും പൗഡറും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഉപയോഗിക്കാത്തതിന് കാരണങ്ങളും ഉണ്ട്. അപ്പം ആകെപ്പാടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഐബ്രോ പിരിക് എഴുതാൻ വേണ്ടി, പിന്നെ ഐലൈനർ, ഒരു കല്ലുപൊട്ട്, കൺമഷി, സിന്ദൂരം, കുറച്ച് ലിപ്സ്റ്റിക്ക്, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ പൗഡർ ഒന്നും ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ പ്രായമില്ലേ, ഒരു 10-12 വയസ്സ് ആ പ്രായം മുതൽ മുഖത്തും നിറച്ചും കുരുക്കളായിരുന്നേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പൗഡറൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പൗഡർ മാത്രം, ക്രീമൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. അപ്പം മുഖത്തിങ്ങനെ കുരുവൊക്കെ വന്നപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു പൗഡർ ഒന്നും ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ നിർത്തിയാണ് പൗഡർ ഉപയോഗിക്കുന്നത്. അതിൽ പിന്നെ ഞാൻ പൗഡർ തൊട്ടുപോലും നോക്കിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ജോൺസൺ ബേബിയുടെ പൗഡറൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പൗഡർ ഉപയോഗിക്കലൊക്കെ നിർത്തി. അപ്പോൾ ആകെപ്പാടെ ഉപയോഗിക്കുന്നതെന്ന് പറയാനായിട്ട് ഐബ്രോയും ഐലൈനറും അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുന്നത്. വേറൊരു വലിയ ഡപ്പയുണ്ട്, അതിനകത്ത് എല്ലാ സാധനങ്ങളും കൂടെ കിടക്കുന്നതാണ്, ബുഷും ക്ലിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഐബ്രോ, ഇതെന്തോ 15 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിരിക് എഴുതാനായിട്ട്. പിന്നെ ലേഡീസ് സ്റ്റോറിലൊന്നും അങ്ങനെ എപ്പോഴും പോകാറില്ല. ഞാൻ കല്യാണത്തിന് മുന്നേ ജോലിക്ക് പോയിക്കൊണ്ട് ഇപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും പോകുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകത്തേ ഇല്ല. എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പം എന്തെങ്കിലും കല്ലുപൊട്ട് എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഇപ്പോൾ തൊട്ടിരിക്കുന്ന അതുപോലത്തെ കല്ലുപൊട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എൻ്റെ നവംബറിൽ എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിരുന്നേ. യമഹായി ജോലി ചെയ്ത അഞ്ജലി എന്ന് പറയുന്നത്, അവളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പൊട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് പോയത്, 4-ാം തീയതി നവംബർ 4-ന്. പിന്നെ ഞാൻ ലേഡീസ് സ്റ്റോറിൽ പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ നെയിൽ പോളിഷ് മാത്രം വാങ്ങിച്ചേ. അപ്പോഴത്തേക്കും ഇത് ഐബ്രോ പിരികെഴുതുന്നത്. പിന്നെ ഐലൈനർ വേണ്ട ഇതാണ്. ഇതിനെത്ര 65 അല്ല 65 പോട്ടെ, 30 രൂപയുള്ളൂ കേട്ടോ. വേണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല എനിക്ക്. 30 രൂപയുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഐലൈനർ. ഐടെക്സ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് തീർന്നിരിക്കുവാണ്. ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഐലൈനർ. പിന്നെ അതിൻ്റെ ഒരു പഴയതും ഉണ്ട് കേട്ടോ, രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നത്. പിന്നെ കൺമഷി, ഇതിന് 15, ഇതിന് 20-15 കണ്ടാണേ. ഇതാണ് കൺമഷി. പിന്നെ സിന്ദൂരം ഇങ്ങനത്തേതും ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ടപ്പിക്കകത്താക്കി വെച്ച് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വാങ്ങിക്കത്തില്ലേ, അങ്ങനെ ഇത് ദപ്പിക്കകത്തിട്ട് വെച്ചേക്കുന്ന ഇത്. പിന്നെ ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് എന്ന് പറയാം. ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഡപ്പ കാശ് ദിവസം കളിക്കാനെടുത്തപ്പം എവിടെയോ കൊണ്ട് കളഞ്ഞ്, അല്ല ഇതിൻ്റെ അടപ്പ്. അതിനിടയ്ക്ക് ഞാൻ വേറൊരാളെ കാണിക്കാം. എൻ്റെ കിച്ചുകുട്ടൻ എൻ്റെ ചോട്ടി വന്ന് ഇപ്പോൾ കാശ് ഉറങ്ങുവാണ്. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തെന്ന് പറയാനായിട്ട് ലിപ്സ്റ്റിക്ക്, പിന്നെ ഈ ലിപ് ബാം, ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഒത്തിരി ആയിട്ടോ. അങ്ങനെ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായി ഈ സാധനം, എൻ്റെ ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ ഐലൈനർ മാത്രം ഒരു 5-6 മാസമായെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒത്തിരി പഴയതാണേ. പഴയതെന്ന് വെച്ചാൽ ഒത്തിരി പഴയതല്ല, എന്നാലും കുഴപ്പമില്ല. ഒത്തിരി നമ്മൾ തുറന്നിങ്ങനെ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതാണ് കേട്ടോ. ഞാൻ സ്പ്രേ എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. നല്ല സ്മെല്ലുള്ള സ്പ്രേ ഒന്നും എനിക്കങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ട് ഇതാണ് ലാവണ്യ എന്ന് പറയുക ഈ സംഭവം. ഇതെല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊരു 9ാം ക്ലാസ് മുതൽ ഉപയോഗിക്കുന്നതാണ്. മറ്റേ ചോക്ലേറ്റിൻ്റെ മണമാണ്. അതിനകത്ത് ഒരു പൗഡർ പോലത്തെ സാധനമാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. തുറക്കാൻ ഭയങ്കര പാടാണ്, തെറിച്ചിതിലെല്ലാം വീഴും. ഇതിങ്ങനൊരു സാധനമാണ് കേട്ടോ, പൗഡർ പോലത്തെ. ഇത് നമ്മുടെ ഡ്രസ്സ് തേച്ച് നല്ല മണമാണ്. അത് എത്ര നേരം വേണമെങ്കിലും നിൽക്കുവേ. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെന്ന് പറയാനായിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്ത ഒരു സാധനം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, സോപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറെ ഒരു രീതിയിലുള്ള മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കത്തില്ല. ക്രീമോ പൗഡറോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ആകെപ്പാടെ എനിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു സാധനമാണ് സോപ്പ്. അത് ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ സിന്തോളിൻ്റെ സോപ്പാണ് കേട്ടോ. ഓൾഡ് സിന്തോൾ എന്നൊക്കെ പറയുന്നത്. ഇതിന് 50 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഇച്ചിക്കൂടെ അതിനിടയ്ക്ക് ശല്യപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ സ്കിന്നിൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന ഒരു സോപ്പാണിത്, ഓൾഡ് സിന്തോൾ. സ്കിന്നിനൊക്കെ നല്ലതാണ്. ഞാൻ അന്ന് മുതൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി
ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതിന് വേറെ ഒരു കുഴപ്പങ്ങളോ ഒന്നുമില്ല. വേറെ ഒരു സോപ്പ് ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. അങ്ങനെ മാറ്റി ഉപയോഗിക്കുമ്പോഴത്തേക്കിനും എനിക്ക് മുഖത്തൊക്കെ കുരുക്കൾ വരുമായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കലാമിൻ ലോഷനും കൂടെ ഡോക്ടർ പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മുഖത്തെ കുരുവെല്ലാം മാറി ഞാൻ വീണ്ടും സുന്ദരിയായത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് കാശിക്കൂട്ടം എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കാശി ഹായ് പറഞ്ഞേ. ഹായ്. ഉറങ്ങുമായിരുന്നു, അപ്പോൾ എഴുന്നേറ്റ് വന്നതാണ്. കാശി ഇത് വേണ്ട, ഇതില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം ഞങ്ങൾക്ക്. ഗിലാഡീസ് ആൻഡ് കുക്കിംഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം പറയണം. വീഡിയോസ് എല്ലാം കാണണം. ഓക്കെ, താങ്ക് യു. കാച്ചി ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഓ, കാച്ചി ഭയങ്കര തിരക്കാണ് ഗൈസ്. ഓക്കെ, ബൈ.